തിരുവനന്തപുരം മംഗലപുരത്ത് കെ.എസ്.ആർ.ടി.സി ബസ്സിലേക്ക് ക്രെയിൻ ഇടിച്ചു കയറിയ അപകടം. കെ.എസ്.ആർ.ടി.സി ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. സർവീസ് റോഡിൽ നിന്നും ഇറങ്ങി വന്ന ക്രെയിൻ പോത്തൻകോട് ഭാഗത്തേക്ക് പോയ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ആർക്കും പരിക്കില്ല. സുനിഷ എല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ആദ്യം അറിയേണ്ടത് ആർക്കെങ്കിലും പരിക്കുണ്ടോ എന്നുള്ളതായിരുന്നു. പരിക്കില്ല എന്നുള്ളതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അപകടം എങ്ങനെയുണ്ടായി? ശ്രുതി, മംഗലപുരം കൊയ്ത്തൂർ കോണത്ത് അല്പസമയം മുമ്പാണ് ഈ അപകടമുണ്ടായത്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ക്രെയിൻ ഈ കെ.എസ്.ആർ.ടി.സി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സർവീസ് റോഡിൽ നിന്നും വരികയായിരുന്ന ക്രെയിന് ഈ പോത്തൻകോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആളുകൾ ഇരിക്കുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സിന്റെ ഇടതുഭാഗത്തായാണ് ഈ ക്രെയിൻ ഇടിച്ചു കയറുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. ഈ കെ.എസ്.ആർ.ടി.സി ബസ്സിന്റെ മുൻഭാഗത്തെ ചില്ല് പൂർണ്ണമായും തകർന്ന നിലയിൽ കൂടിയാണ്. പക്ഷേ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് മറ്റാളുകൾക്കൊന്നും, ഒരു യാത്രക്കാരനും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ്. ബസ്സിന് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതല്ലാതെ ആളുകൾക്കൊന്നും തന്നെ മറ്റൊന്നും സംഭവിക്കാത്തത് ആശ്വാസകരമായിരിക്കുന്നു. ഏതായാലും ഈ സർവീസ് റോഡിൽ നിന്നും കയറുകയായിരുന്ന ക്രെയിനാണ് ഈ വാഹനം വരുന്നത് അറിയാതെ പെട്ടെന്ന് കയറിയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഈ കെ.എസ്.ആർ.ടി.സി ബസ്സിലേക്ക് ഇടിച്ചു കയറിയതെന്നതാണ് കരുതുന്നത്. ശ്രുതി, ശരി. സുനിഷ എല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. മംഗലപുരത്താണ് കെ.എസ്.ആർ.ടി.സി ബസ്സിലേക്ക് ക്രെയിൻ ഇടിച്ചു കയറി അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല.